പ്രിൻസാണ്. ഞാനിപ്പോൾ ഗോവയിലാണ്. ഗോവയിലെ നമ്മുടെ സ്റ്റെർലിംഗ് ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിൻ്റെ സ്റ്റെർലിംഗ് ഗോവ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിലാണ്. ഇവിടെ നമുക്ക് 3 കാറ്റഗറിയിലായിട്ട് 78 റൂംസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ വക്ക ബീച്ചിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇത്. നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ കൂടുതൽ വിശേഷങ്ങളൊന്ന് കാണാം. ഇതിവിടുത്തെ പാർക്കിംഗ് സ്പേസ് ആണ് കേട്ടോ. ഗോവയിലൊക്കെ വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല പാർക്കിംഗ് ഉള്ള റിസോർട്ടൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ നല്ലൊരു ഏരിയ തന്നെ ഇവർ പാർക്കിങ്ങിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാണ് ഈ ഒരു റിസോർട്ടിൻ്റെ ഒരു ഔട്ടർ ഏരിയ. ദെൻ ഇതാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഒരു ഫ്രണ്ട് ഏരിയ വരുന്നത്. ഓക്കെ, ഫ്രണ്ട് വ്യൂ ഇങ്ങനെയാണ് വരുന്നത്. ദെൻ നമ്മൾ റിസപ്ഷനകത്തേക്ക് കയറുന്ന സമയത്ത് ഇതാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ റിസപ്ഷൻ ഏരിയ. റിസപ്ഷൻ ഏരിയ ആണെങ്കിലും അത്യാവശ്യം നല്ല വലിയൊരു ഏരിയ ആണ്. ഒരു സൈഡിലായിട്ട് ചെറിയൊരു കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദെൻ ഒരു സൈഡിലായിട്ട് ചെറിയൊരു ഗിഫ്റ്റ് ഷോപ്പും ആണുള്ളത്. ഇതാണ് ഇവിടുത്തെ ബാർ സ്പേസ് കം കോഫി ഷോപ്പാണ് ഇവിടെ വരുന്നത്. ഒരു സൈഡ് ഇവർ കോഫി ഷോപ്പായിട്ട് കൺവേർട്ട് ചെയ്യാറുണ്ട്. ദെൻ അവിടെ നിന്ന് നമുക്ക് നേരെ റെസ്റ്റോറൻറ്റിലേക്കുള്ള ഒരു എൻട്രൻസും ഉണ്ട്. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് സ്പേസ് ആണെങ്കിലും അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു റെസ്റ്റോറൻറ്റ് സ്പേസ് ആണ്. ഇത് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് കേട്ടോ. മോസ്റ്റ് ഹാപ്പനിങ് ഏരിയ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് ഈ ഒരു റിസോർട്ടിനകത്തെ. ഇത് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയ ആണ്. ആക്ച്വലി ഈ ഒരു റിസോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൗണ്ട് ഷേപ്പിലുള്ള റിസോർട്ടാണ്. കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ സെൻട്രലായിട്ടാണ് പൂളും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളാണ്. സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയ ആണ് ഈ ഒരു വിഷ്വലിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ദെൻ നമുക്ക് ഇനി ഇവിടുത്തെ റൂംസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഇത് ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് കാറ്റഗറി ആയിട്ടുള്ള ക്ലാസിക് റൂം എന്ന് പറയുന്ന കാറ്റഗറി റൂമാണ്. ക്ലാസിക് റൂമിനകത്തേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇതാണ് ഈ ഒരു റൂമിൻ്റെ ഓവറോൾ ഒരു ഇൻറ്റീരിയർ വരുന്നത്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമാണ്. ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ലക്ഷറിയസ് ആയിട്ടുള്ള ലുക്കിൽ തന്നെ ഇവർ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. റൂമിനോട് തൊട്ട് ചേർന്നിട്ട് തന്നെയാണ് ഈ ഒരു റൂമിൻ്റെ ടോയ്ലറ്റ് സ്പേസ്. ഇതാണ് ഈ ഒരു റൂമിൻ്റെ ടോയ്ലറ്റ് സ്പേസ്. ഈ ഒരു ടോയ്ലറ്റ് സ്പേസ് ആണെങ്കിലും അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ടോയ്ലറ്റ് സ്പേസ് ആണ്. തീരെ കൺജസ്റ്റഡോ കാര്യങ്ങളോ ഒന്നുമല്ല. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള രീതിയിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ടോയ്ലറ്റ് സ്പേസ് ആണ്. ദെൻ നമുക്ക് ഈ ഒരു റൂമിന് അഡീഷണൽ ആയിട്ട് ഒരു ബാൽക്കണി സ്പേസും കൂടിയുണ്ട്. ഇതാണ് ഈ ഒരു റൂമിൻ്റെ ബാൽക്കണി സ്പേസ്. ഈ ഒരു ബാൽക്കണി സ്പേസിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണിത്. നമ്മുടെ പൂൾ സൈഡും അതേപോലെ തന്നെ പൂളിൻ്റെ ആ ഒരു ഏരിയ ആണ് നമുക്ക് കറക്റ്റ് ഒരു വ്യൂ കിട്ടുന്നത്. ഇതാണ് നമുക്ക് ക്ലാസിക് റൂമിൻ്റെ ബാൽക്കണി സ്പേസിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന വ്യൂ. ദെൻ നമുക്ക് ഇവിടുത്തെ നെക്സ്റ്റ് കാറ്റഗറി ആയിട്ടുള്ള പ്രീമിയർ റൂം എന്ന് പറയുന്ന കാറ്റഗറി റൂം എന്ന് കാണാം. ഇതാണ് ഇവിടുത്തെ പ്രീമിയർ റൂം എന്ന് പറയുന്ന കാറ്റഗറി റൂം. നമ്മൾ ഫസ്റ്റ് കണ്ട ക്ലാസിക് റൂമും അതേപോലെ തന്നെ ഈ ഒരു പ്രീമിയർ റൂമും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റീരിയറിൽ ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പ്രീമിയർ റൂമിൽ വന്നിട്ട് ഒരു സോഫാക്കും ബെഡും അതേപോലെ തന്നെ സൈഡിലായിട്ട് ഒരു ടേബിൾ, 2 ചെയർ, ഒരു മൈക്രോവേവ് ഓവൻ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പ്രീമിയർ റൂമിൽ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദെൻ വേറൊരു മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിക് റൂമിൽ വന്നിട്ട് നമുക്ക് ഒരു ബാൽക്കണി സ്പേസ് ഉണ്ടായിരുന്നു. നമ്മുടെ പ്രീമിയർ റൂമിൽ വന്നിട്ട് നമുക്ക് ബാൽക്കണി സ്പേസ് ഇല്ല. പക്ഷേ റൂം കുറച്ചും കൂടി സ്പേഷ്യസ് ആണ്. നമ്മുടെ ക്ലാസിക് റൂമിനെക്കാളും കുറച്ചും കൂടി സ്പേഷ്യസ് ആണ് നമ്മുടെ പ്രീമിയർ റൂം. ഈവൻ നമ്മൾ ഈ ഒരു പ്രീമിയർ റൂമിൻ്റെ ടോയ്ലറ്റ് സ്പേസും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിലും ക്ലാസിക് റൂമിനെക്കാളും കുറച്ചും കൂടി വലിയൊരു ടോയ്ലറ്റ് സ്പേസും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഓവറോൾ ഒരു ഇൻറ്റീരിയറും കാര്യങ്ങളും ഡിസൈനിങ്ങും ഒക്കെ നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഇതാണ് ഈ ഒരു റൂമിൻ്റെ ടോയ്ലറ്റ് സ്പേസ്. നമ്മൾ ഈ ഒരു 2 റൂമും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റൂമിൽ നമുക്ക് ബാൽക്കണി സ്പേസ് ഉണ്ടാവില്ല. ജസ്റ്റ് സൈഡിലായിട്ട് ഒരു ഗ്ലാസ് വിൻഡോസ് ആണ്. ഈ ഒരു വിൻഡോസിൽ ജസ്റ്റ് കർട്ടൻസ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണിത്. ഒരു നാച്ചർ വ്യൂ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയൊരു വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു റൂമിനകത്ത് നിന്ന് കിട്ടും. ഇതിവിടുത്തെ ഹോളിഡേ ആക്ടിവിറ്റി ഏരിയ ആണ്. നമ്മൾ ജസ്റ്റ് എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഒരു ഫിഷ് സ്പാ ഉണ്ട്. ഫിഷ് സ്പാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജബിൾ ആണ്. അതേപോലെ തന്നെ നമ്മുടെ ഇൻഡോർ ഗെയിം സോണും ഇതിനകത്ത് തന്നെയാണ്. ക്യാരം ബോർഡ്, ചെസ്സ് തുടങ്ങിയ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിലാണുള്ളത്. ദെൻ നമ്മൾ ബാറിൻ്റെ ഏരിയയിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ഒരു ബില്ലിയാർഡ് ടേബിൾ കാര്യങ്ങളൊക്കെ ഈ ഒരു ബാറിൻ്റെ സൈഡിലായിട്ട് ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ബാർ സ്പേസ്. അപ്പം സ്റ്റെർലിംഗ് ഗോവ വർക്കയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ട്രാവൽ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇതുപോലെയുള്ള പുതിയ റിസോർട്ട്സിൻ്റെ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ഗോവ വർക്കയുടെ ബുക്കിങ്സിനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നല്ല ബെസ്റ്റ് റേറ്റിൽ, നല്ല അടിപൊളി റേറ്റിൽ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി ബുക്ക് ചെയ്ത് തരുന്നതായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഗോവ പാക്കേജ് വേണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റിസോർട്ട്സ് ബുക്ക് ചെയ്യാനാണെങ്കിലും ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നല്ല ബെസ്റ്റ് റേറ്റിൽ നല്ല അടിപൊളി പ്രോപ്പർട്ടി അല്ലെങ്കിൽ അടിപൊളി പാക്കേജസ് നമ്മൾ ബുക്ക് ചെയ്ത് തരുന്നതായിരിക്കും. പുതിയൊരു ഡെസ്റ്റിനേഷനിൽ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും ബൈ.